ഹായ് ഫ്രണ്ട്സ്, ഓരോ വ്യക്തികളും വ്യത്യസ്ത പരിസ്ഥിതികളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ താല്പര്യങ്ങളും കഴിവുകളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും വിജയവും ഡെവലപ്മെൻറ്റ്സും മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സിംഹത്തിൽ നിന്നും, കൊക്കിൽ നിന്ന് ഓരോന്ന് വീതവും, കോഴിയിൽ നിന്ന് 4 വീതവും, കാക്കയിൽ നിന്ന് 5, ഒരു നായയിൽ നിന്ന് 6, ഒരു കഴുതയിൽ നിന്ന് 3 ഗുണങ്ങളും പഠിച്ചിരിക്കണം. ഒരു സിംഹം ഒരിക്കലും പകുതി മനസ്സോടുകൂടിയാവില്ല വേട്ടയാടുന്നത്. അതിൻ്റെ ഇര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പൂർണ്ണ ശക്തിയോടെയാവും വേട്ടയാടുക. വലിയ ഇരയെ കാണുമ്പോൾ അതൊരിക്കലും ഭയപ്പെടാറില്ല. എന്നാൽ ചെറിയ ഇരയെ കാണുമ്പോൾ അത് നിസ്സാരനായിട്ട് എടുക്കാറുമില്ല. ഒരു സിംഹം അതിൻ്റെ പൂർണ്ണ ശക്തിയും എടുത്ത് വേട്ടയാടുകയില്ലെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ഇര നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ സിംഹത്തിന് എന്തെങ്കിലും പരിക്കു പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എല്ലാ സ്റ്റെപ്സിലും നമ്മൾ മുഴുവൻ എഫേർട്ടും ഇടുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നിസ്സാരമായി കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു ജോലി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോൾ സമയത്തോടൊപ്പം തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടമായിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതുകൊണ്ട് പല കാര്യങ്ങളും പിന്നീട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് മുഴുവൻ എഫേർട്ടും അതിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അബ്സല്യൂട്ട് ഫോക്കസ് പ്ലസ് റൈറ്റ് ടൈമിംഗ്. ഒരു കൊക്കിൻ്റെ കരുത്ത് അതിൻ്റെ ശ്രദ്ധയിലും വിവേകത്തിലുമാണുള്ളത്. ഒരു ബുദ്ധിമാനായ വ്യക്തി തൻ്റെ ഇന്ദ്രിയങ്ങളെ ഒരു കൊക്കിനെ പോലെ നിയന്ത്രിച്ച് അവരുടെ സ്ഥലം, സമയം എന്നിവയെക്കുറിച്ചുള്ള ശരിയായ അറിവോടെ അല്ലെങ്കിൽ ശരിയായ അവസരത്തിൽ ലക്ഷ്യം നിർവഹിക്കണം. ഒരു കൊക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് എവിടെ നിന്ന് ഇരപിടിക്കാൻ ശ്രമിച്ചാലും അതിന് 100% റിസൾട്ട് ഉറപ്പാണ്. അബ്സല്യൂട്ട്ലി ഫോക്കസ് പ്ലസ് സ്മാർട്ട്നെസ് പ്ലസ് റൈറ്റ് ടൈമിംഗ് ആൻഡ് സക്സസ്. നമ്മളും ഒരു കൊക്കിനെ പോലെ ആവണം. നമ്മുടെ ജോലി പൂർത്തിയാക്കണം. ഒരു കൊക്ക് ഒരു മത്സ്യത്തെ പിടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ ഒരു കൊക്കിൻ്റെ ഫോക്കസ് മുഴുവൻ ആ ഒരു മീനിൽ തന്നെയായിരിക്കും. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിശ്ചയിക്കുക, ഈ ഒരു 30 മിനിറ്റ് മറ്റൊരു ചിന്തയോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ എന്നെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതിയെ ഓർത്ത് അലേർട്ടായിരിക്കണം. ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓരോ അവസരവും നമ്മൾ നഷ്ടമാക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. അടുത്തത് റെഡി ഫോർ ചാലഞ്ചസ്. ചാണക്യൻ പറയുന്നു, ഒരു കോഴി എപ്പോഴും കൃത്യസമയത്ത് ഉണരും. അത് എപ്പോഴും യുദ്ധത്തിന് തയ്യാറാകും. തൻ്റെ പങ്കാളികൾക്ക് ആവശ്യമായ ഫുഡ് അത് പങ്കിട്ട് നൽകും. എന്നാലും തനിക്ക് ആവശ്യമായ ഫുഡ് അത് ആക്രമിച്ച് തന്നെ കഴിച്ചിരിക്കും. ഒരു കോഴിയുടെ തലച്ചോറ് വളരെ ലൈറ്റ് സെൻസിറ്റീവാണ്. അവയ്ക്ക് കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പോലും നേരിയൊരു സൂര്യപ്രകാശത്തെ വരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ സൂര്യകിരണത്തോടൊപ്പം തന്നെ അവ ഉണരുന്നത്. അതുപോലെ തന്നെ അവർ എപ്പോഴും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കും. നമ്മൾ നേരത്തെ ഉണരുമ്പോൾ തന്നെ നമ്മൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ട്രീറ്റ് സ്മാർട്ട്. ഒരു കാക്കയുടെ 5 ക്വാളിറ്റീസും സ്പെഷ്യലാണ്. അത് തൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ രഹസ്യമായി തന്നെ ചെയ്യാറുള്ളൂ. അതിനെ പെട്ടെന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും കഴിയില്ല. ഒരു തവണ പറന്നു പോയാൽ പോലും അത് അതുപോലെ തന്നെ തിരിച്ചു വരും. അത് തൻ്റെ കൂടിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഏത് സമയത്തും അത് അലേർട്ടായിരിക്കും. അത് പൂർണ്ണമായിട്ടും ഒരിക്കലും ഒന്നിനെയും വിശ്വസിക്കാറില്ല. മനുഷ്യന്മാരെ അവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത് അവരോടുള്ള ബഹുമാനത്തെയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തെയും അവരുടെ ആരോഗ്യത്തെയൊക്കെ ഭാവിയിൽ അത് മോശമായിട്ട് ബാധിച്ചേക്കാം. ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സീക്രട്സ് എപ്പോഴും രഹസ്യമായി തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാക്കയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ അത് മോഷ്ടിക്കാനായിട്ട് വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. 1 തവണ 2 തവണ നമ്മൾ അതിനെ ഓടിച്ചു വിട്ടാൽ പോലും അത് ഭയപ്പെടില്ല. വീണ്ടും അത് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു തവണ ചിന്തിച്ചുറപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തീരുമാനം മാറ്റരുത്. നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കണം, എന്നാലും 100% നമ്മൾ ആരെയും വിശ്വസിക്കരുത്. സ്വയം സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിന്തിക്കാതെ എടുത്തു ചാടി ഒരു പാത തിരഞ്ഞെടുക്കരുത്. ഒരു കാക്കയെ പിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം അത് എപ്പോഴും അലേർട്ടായിരിക്കും.
അതുപോലെ തന്നെയാണ് അത് ആരെയും അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കത്തില്ല. അടുത്ത പോയിന്റ് ലോയാലിറ്റി, എൻകറേജ് ആൻഡ് സെൽഫ് കൺട്രോൾ. ചാണക്യൻ പറയുന്നു, നല്ല ഡയറ്റ് ആയിരുന്നിട്ട് കൂടി കുറച്ച് മാത്രം കഴിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ നമ്മളൊരു നായയിൽ നിന്നും പഠിക്കണം. അഗാധമായ ഉറക്കത്തിലാണെങ്കിലും ഒരു മടിയും കൂടാതെ തൽക്ഷണം ഉണരുകയും യജമാനനോടുള്ള അടങ്ങാത്ത ഭക്തിയും ധീരതയും ഈ ഗുണങ്ങളൊക്കെ തന്നെ ഒരു നായയിൽ നിന്ന് നമ്മൾ പഠിക്കണം. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഏകദേശം ഒരു 1400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഒരിക്കലും ആ ഒരു സുഹൃത്ത് ബന്ധം ഇതുവരെയായിട്ടും ഇല്ലാതായിട്ടില്ല. നിങ്ങൾ മറ്റുള്ളവരോട് ഒരു വിശ്വസ്തത വെച്ച് പുലർത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എപ്പോഴും അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും. നല്ലൊരു ഡയറ്റ് ആയിരുന്നിട്ട് കൂടി കുറവിൽ സന്തോഷം കണ്ടെത്തുക എന്നത് സെൽഫ് കൺട്രോളിൻ്റെയും മെൻ്റൽ എനർജിയുടെയും അലേർട്ട്നെസ്സിൻ്റെയും അടയാളമാണ്. വയറ് നിറയുന്നത് വരെ കഴിക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെയും ചെറുകുടലിൻ്റെയും ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിക്കുകയും അത് കാരണം തലച്ചോറിലേക്കുള്ള ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അതുകൊണ്ട് വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് മടി തോന്നുകയും ചെയ്യും. ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അലേർട്ടായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പകുതി നിറഞ്ഞ വയറാണ് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ ഉണർന്നതിന് ശേഷം വീണ്ടും കിടക്കുന്നതും നമ്മളെ മടി പിടിപ്പിക്കും. കുറച്ച് നേരത്തേക്ക് കൂടെ ഇല്ലാത്ത മടി നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ നിങ്ങളുടെ വിലയേറിയ സമയവും നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഉറക്കം ഉണരുന്ന ആ ഒരു നിമിഷം തന്നെ ബെഡിൽ നിന്ന് എണീറ്റിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എണീറ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. റെസ്പോൺസിബിലിറ്റി ആൻഡ് പേഷ്യൻസ്. ചാണക്യൻ പറയുന്നത് അനുസരിച്ച് ഓരോ വ്യക്തിയും എന്തെങ്കിലുമൊക്കെ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കഴുത ക്ഷീണിതനാണെങ്കിൽ കൂടി അത് തൻ്റെ ഭാരം വഹിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ചൂടും തണുപ്പും ഒന്നും തന്നെ അത് വകവയ്ക്കാറില്ല. ഒരു കഴുതയെ പോലെ സംതൃപ്തനായിരിക്കാം. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഒരു കഴുതയിൽ നിന്ന് പഠിക്കണം. ചാണക്യൻ പറയുന്നതനുസരിച്ച് ഈ ഗുണങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. കാരണം ഓരോ വ്യാപാരിയും ബിസിനസ്മാനും കോർപ്പറേറ്റുകളും ആഗ്രഹിക്കുന്നത് അവരുടെ എംപ്ലോയീസും ടീം മെമ്പേഴ്സും അവരൊക്കെ തന്നെ ഒരേപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരവാദിത്വത്തിൻ്റെ അർത്ഥം തന്നെ ഒരു ജോലിയെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. ഒരുപാട് കഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ഉയർച്ച സംഭവിക്കാതെ പോകും. ഈ 20 ഗുണങ്ങൾ പഠിച്ച് ഇവ പ്രയോഗിക്കുന്ന ഒരു വ്യക്തി എല്ലാ പ്രതികൂല പരിസ്ഥിതികളിൽ നിന്ന് തരണം ചെയ്താൽ അവർ മുന്നോട്ട് വരും. എത്രമാത്രം പ്രതിസന്ധികൾ വന്നാലും അവരവരുടെ ക്ഷമത കൊണ്ടും ഈ ഒരു ഗുണങ്ങൾ കൊണ്ടും അതിനെ മറികടക്കും. വിജയത്തിൻ്റെ അർത്ഥം കൃത്യമാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തുക, എന്നിട്ട് അതിനെ നിരന്തരം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്